സെയ്ഫ് സൈൻ ലാബ്ദീൻ വീണ്ടും ചേരുന്നു. സെയ്ഫ്, ഈ തുടക്കം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് അൻവർ രാജിവെച്ചപ്പോൾ തന്നെ അവിടെ UDF ജയിക്കാൻ പോവുകയാണ് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ UDF നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും കോൺസ്റ്റന്റായ ആത്മവിശ്വാസത്തോടെ തങ്ങളുടെ ഭൂരിപക്ഷം ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ജയസാധ്യത പ്രവചിച്ചുകൊണ്ടേയിരിക്കുകയാണ് UDF നേതൃത്വം. അപ്പോഴാണ് LDF നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ അങ്ങനെ ഒരു ചെറിയ എഡ്ജിൽ ജയിച്ചു കയറുന്ന ഒരു തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും LDFന് കൃത്യമായ കണക്കുകൾ ഉണ്ടാവും. കൃത്യമായി ഞങ്ങൾ ഈ രീതിയിൽ ജയിക്കാൻ പോവുകയാണെന്നുള്ള ഒരു ആത്മവിശ്വാസവും ഉണ്ടാവും. അത്തരം ഒരു ആത്മവിശ്വാസം LDF പ്രകടിപ്പിക്കുന്നുണ്ടോ? അതാജിംസ്, അതിൽ പ്രധാനപ്പെട്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 നടന്ന തെരഞ്ഞെടുപ്പ്. ഞാനിപ്പോ CPM ഒരു പ്രധാനപ്പെട്ട നേതാവ്, വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനോട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള സംഭവങ്ങളെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇവിടെ ചുമതലയുണ്ടായിരുന്ന ഇവിടെ ഉള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ വന്നിറങ്ങി രണ്ടാമത്തെ ദിവസമാണ് ആ സംസാരം ഉണ്ടാവുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞത്, നിലമ്പൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ പ്രകാശ് എന്നയാളെ തോപ്പിക്കാൻ വേണ്ടി ഇടതുമുന്നണി സർവ്വസജനാഹങ്ങളും ഒരുക്കി പ്രചരണം നടത്തിയിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ 5 ദിവസം മുമ്പ് വരെ ഒരു കാരണവശാലും പ്രകാശിനെ തോപ്പിക്കാൻ കഴിയും എന്ന് നമ്മൾ കണക്ക് കൂട്ടിയിരുന്നില്ല. കാരണം പ്രകാശ് ഒരു ജനകീയ സ്ഥാനാർത്ഥിയാണ്, ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും നിലമ്പൂർ മണ്ഡലത്തിൽ ഇടപെടുന്ന ആളാണ്. അതുകൊണ്ട് 5 ദിവസം മുമ്പ് വരെ അങ്ങനെ കരുതിയിരുന്നില്ല. മാത്രമല്ല, അൻവർ അന്ന് ഇവിടെ ഇല്ല. അൻവർ ആഫ്രിക്കയിലായിരുന്നു. ആഫ്രിക്കയിൽ നിന്ന് അദ്ദേഹം വരാത്തതിന്റെ ബുദ്ധിമുട്ട് ഇവിടെ ചുമതലയുണ്ടായിരുന്ന ആൾക്കാർ അത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അവസാനത്തെ ഒരു 5 ദിവസം കൊണ്ട് അതിന്റെ കളവങ്ങ് മാറി. അവസാനത്തെ 5 ദിവസമാണ് അൻവർ ജയിക്കും എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്ന അവസാനത്തെ 1-2-3 ദിവസത്തെ ഒരു അടിയൊഴുക്കുകളും അവിടെ നടക്കുന്ന ചില ഇടപെടലുകളൊക്കെയാണ്. അങ്ങനെയാണ് അൻവർ കഴിഞ്ഞ തവണ ജയിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അജിംസ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആദ്യഘട്ടത്തിൽ ഇത് തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്ന സമയത്ത് അവർക്ക് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു 24 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു ഇത്തിരി വൈകി അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നുണ്ട്. അത് UDF ക്യാമ്പിനിടയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള തോന്നലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവർ ട്രാക്കിലേക്ക് വന്നു. ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ മത്സരിക്കുന്നുവെന്ന് വന്നു. ജോയി അദ്ദേഹം ഈ ആര്യാടൻ ഷൗക്കത്തിന് സ്വീകരിച്ചു വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. UDFന്റെ സംവിധാനം ഒന്നാകെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം കണ്ട പോലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ UDFന്റെ സംവിധാനങ്ങൾ ഒന്നാകെ ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അപ്പോഴും അവർക്കൊരു മേൽക്കൈ ഉണ്ടെന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പക്ഷേ അവിടെ നിന്ന് ട്രാക്കിന്റെ സ്വഭാവം മാറുന്നത്, അവർക്ക് മേൽക്കൈ ഉണ്ടായിരുന്ന എന്ന് കരുതപ്പെട്ടിരുന്ന ആ സ്ഥലത്ത് അതിന്റെ ട്രാക്കിന്റെ സ്വഭാവം മാറുന്നത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് പുതിയ AKG സെന്ററിൽ MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തി, ഇതായിരിക്കുന്നു സ്വരാജിനെ നിങ്ങൾക്ക് മുന്നിലേക്ക് തരുന്നു എന്ന് പറയുന്ന ആ ഘട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പിന്റെ സ്വഭാവം തന്നെ മാറുകയാണ്. സ്വരാജിന് മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായിട്ട് സ്വരാജ് മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു. അദ്ദേഹം ഒരുപക്ഷെ ഒരു പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കൊന്നും അധികം താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളല്ല. അദ്ദേഹത്തിന് എഴുത്ത്, വായന, അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനം, അതിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളാണ്. പക്ഷെ പാർട്ടി പറയുമ്പോൾ സ്വരാജ് അതിനകത്ത് ഒരു നീരസം പ്രകടിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനകത്തൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. സ്വരാജിനെ തന്നെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നു. കാരണം ഇതൊരു വലിയ രാഷ്ട്രീയ പോരാട്ടമായി CPM കാണുകയായിരുന്നു. PV അൻവർ വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ച് പുറത്തേക്ക് പോയി അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് സ്വരാജിനെ തന്നെ ഇറക്കിവിടാം എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. സ്വരാജ് വന്നതോടുകൂടി ഇവിടുത്തെ ആ മത്സരത്തിന് ഒരു പൊതുസ്വതന്ത്രൻ എന്ന നിലയിൽ നിന്ന് മാറി, വിവിധ സമവാക്യങ്ങൾ എന്ന നിലയിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ സ്വഭാവത്തിലേക്ക് നിലമ്പൂർ മണ്ഡലം എത്തിച്ചേരുന്നു. പിന്നീട് നമ്മൾ ഓരോ ദിവസവും കാണുന്നത് വിവിധ തരത്തിലുള്ള വിവാദങ്ങളാണ്. ഇപ്പോൾ ആദ്യ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് പോയിട്ട് അന്ന് മുഖ്യമന്ത്രി പ്രസംഗം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ നിലവിലെ പ്രതിപക്ഷത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ